ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചെറിയ ഒരു മനോഹരമായിട്ടുള്ള കഥയാണ് പഠിക്കാൻ പോകുന്നത്. കഥയുടെ പേര് ദി ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ്. ഈ കഥ എഴുതിയിരിക്കുന്നത് ആരാ? അർണോൾഡ് മങ്ക് എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന് വാറ്റി പൈപ്പർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് കഥയിലേക്ക് പോകാം. നൗ റീഡ് അബൌട്ട് ദി ജേർണി ഓഫ് എ ലിറ്റിൽ ട്രെയിൻ. ഇനി നിങ്ങൾ എന്താ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ വായിക്കാൻ പോകുന്നത്? ഒരു ചെറിയ തീവണ്ടിയുടെ യാത്രയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അല്ലേ? നിങ്ങളുടെ പാഠഭാഗത്തുള്ള ചിത്രം നോക്കൂ. എന്ത് മനോഹരിയാണ് ഈ ട്രെയിൻ അല്ലേ? നല്ല സുന്ദരിയായിട്ടുള്ള ഒരു ചിരിക്കുന്ന ട്രെയിനാണ് നമ്മുടെ പാഠഭാഗത്ത് നൽകിയിരിക്കുന്നത്. അതിനകത്ത് ആരൊക്കെയാണ് ഉള്ളത്? കുറച്ച് ഡോൾസ് ഉണ്ടല്ലേ? എലിഫൻറ്റും ജിറാഫും ഒരു പെൺകുട്ടിയും ഒക്കെ നിൽക്കുന്ന കണ്ടില്ലേ? ഒരു ക്ലൗൺ ഉണ്ട്. അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പം നമുക്ക് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാമല്ലേ? ദി ലിറ്റിൽ ട്രെയിൻ റാൻ എലോങ് ദി ട്രാക്സ്. ആ ചെറിയ ട്രെയിൻ പാളത്തിലൂടെ ഓടിപ്പോകുകയാണ്. ഷീ വാസ് എ ഹാപ്പി ലിറ്റിൽ ട്രെയിൻ. അവൾ വളരെ സന്തോഷവതിയായ ഒരു ചെറിയ ട്രെയിനാണ്. ഹർ കാർസ് വെയർ ഫുൾ ഓഫ് ഗുഡ് തിങ്സ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്. അപ്പം ആ ട്രെയിനിനകത്ത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും, ചെറിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരുപാട് നല്ല സാധനങ്ങളുണ്ട്. സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം. There were all kinds of toy animals. അപ്പോൾ അവിടെ എന്താ ഉള്ളത്? അതിലെല്ലാ തരത്തിലുമുള്ള മൃഗങ്ങളുടെ രൂപമുള്ള കളിപ്പാട്ടങ്ങളുണ്ട്. ജിറാഫ്സ് വിത്ത് ലോങ് നെക്സ്. അപ്പം നിങ്ങൾ ജിറാഫിനെ കണ്ടിട്ടുണ്ടോ? ജിറാഫിൻ്റെ പ്രത്യേകത എന്താ? നീളൻ കഴുത്തൊക്കെയാണല്ലേ. അപ്പം നീളൻ കഴുത്തുള്ള ജിറാഫുകളുണ്ട്. ടെഡ്ഡി ബെയേഴ്സ് വിത്ത് നോ നെക്സ്. കഴുത്തേ ഇല്ലാത്ത ടെഡ്ഡി ബെയറുകളുണ്ട്. അതുമാത്രമാണ് ഉള്ളത്. ആൻഡ് ഈവൻ എ ബേബി എലിഫൻറ്റ്, ഒരു കുഞ്ഞ് ആനക്കുട്ടിയുമുണ്ട്. അപ്പം there were all kinds of dolls too. ആ തീവണ്ടിക്കകത്ത് ഇവരെ കൂടാതെ പല വിധത്തിലുള്ള അല്ലെങ്കിൽ എല്ലാ വിധത്തിലുള്ള ഡോൾസ് എന്ന് വെച്ചാൽ എന്താ? പാവകൾ. പാവകളുമുണ്ട്. ഡോൾസ് വിത്ത് ബ്ലൂ ഐസ് ആൻഡ് യെല്ലോ ഹെയർ. നീല കണ്ണുകളും മഞ്ഞ മുടിയുമുള്ള പാവകൾ. ആൻഡ് ഫണ്ണിയസ്റ്റ് ടോയ് ക്ലൗൺ യു എവർ സോ. പിന്നെ എന്താ ഉള്ളത്? നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കോമാളിയുടെ പാവയും അതിനകത്ത് ഉണ്ട്. കോമാളിയുടെ ഫോട്ടോയാണ് കണ്ടോ? നിങ്ങളുടെ ചിത്രത്തിൽ തന്നിട്ടുണ്ടല്ലോ. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ക്ലൗണിൻ്റെ ഡോളും ആ ഒരു ട്രെയിനിനകത്ത് ഉണ്ട്. There were toy trucks. പിന്നെ അതിനകത്ത് എന്താ ഉള്ളത്? അതിൽ കളിക്കുന്ന വാഹനങ്ങളുണ്ട്. എയർപ്ലെയിൻസ്, അതായത് വിമാനങ്ങളുണ്ട്. ആൻഡ് ബോട്ടുകളുമുണ്ട്. There were picture books. ചിത്രപുസ്തകങ്ങളുണ്ട്. ഗെയിംസ് ആൻഡ് ഡ്രംസ് ടു പ്ലേ. പിന്നെ എന്താ ഉണ്ട്? പലതരത്തിലുള്ള ഗെയിമുകളും ചെണ്ടകളുമൊക്കെയാണ് ആ ഒരു തീവണ്ടിക്കകത്ത് ഉള്ളത്. അങ്ങനെ തീവണ്ടിയിൽ അവർ യാത്ര പോവുകയാണ്. ഇനി നമുക്ക് ബാക്കി നോക്കാം. ദി ലിറ്റിൽ ട്രെയിൻ ക്യാരിഡ് എവരി കൈൻഡ് ഓഫ് ടോയ് ദാറ്റ് ബോയ്സ് ഓർ ഗേൾസ് വുഡ് പ്ലേ വിത്ത്. ഈ ചെറിയ ട്രെയിൻ വഹിക്കുന്നത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലുമുള്ള ടോയ്സ് എന്ന് വെച്ചാൽ എന്താ? കളിപ്പാട്ടങ്ങളുമാണ്. ബട്ട് ദാറ്റ് വാസ് നോട്ട് ഓൾ. എന്നാൽ ഇത് മാത്രമല്ല. ദി ലിറ്റിൽ ട്രെയിൻ ക്യാരി ഗുഡ് തിങ്സ് ടു ഈറ്റ് ടു. ഈ ചെറിയ ട്രെയിനിൽ കുട്ടികൾക്ക് കഴിക്കാനുള്ള നല്ല സാധനങ്ങളുമുണ്ട്. ബിഗ് റൗണ്ട് ഓറഞ്ചസ്, ഫാറ്റ് റെഡ് ആപ്പിൾസ്, ലോങ് യെല്ലോ ബനാനാസ്. അപ്പം എന്തൊക്കെയാ? വലിയ വൃത്താകൃതിയിലുള്ള വട്ടത്തിലുള്ള ഓറഞ്ചുകൾ. പിന്നെന്താ? വലിയ ചുവന്ന ആപ്പിളുകൾ. പിന്നെ നീണ്ട മഞ്ഞ നിറമുള്ള പഴങ്ങൾ. പിന്നെയും ഉണ്ടല്ലോ സാധനങ്ങൾ. എന്തൊക്കെയാ? ഫ്രഷ് കോൾഡ് മിൽക്ക് ആൻഡ് ലോലിപോപ്സ് ടു ഈറ്റ് ആഫ്റ്റർ ഡിന്നർ. അപ്പം ശുദ്ധമായ തണുത്ത പാല്, പിന്നെ ആഹാരത്തിന് ശേഷം കഴിക്കാവുന്ന നല്ല കമ്പ് മിഠായികൾ അല്ലേ? ദി ലിറ്റിൽ ട്രെയിൻ വാസ് ടേക്കിംഗ് ഓൾ ദീസ് ഗുഡ് തിങ്സ്
ടു ദി അതർ സൈഡ് ഓഫ് ദി മൗണ്ടൻ. അപ്പോൾ എങ്ങോട്ടാണ് ഈ ട്രെയിൻ കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം? ഈ ചെറിയ ട്രെയിൻ ഇവയെല്ലാം ആ കുന്നിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഹൗ ഹാപ്പി ദി ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ബി ടു സീ മീ. എന്നെ കാണുമ്പോൾ കുട്ടികൾക്ക് എന്ത് സന്തോഷമായിരിക്കും. സെഡ് ദി ലിറ്റിൽ ട്രെയിൻ. ആരാ അങ്ങനെ പറഞ്ഞത്? ആ ലിറ്റിൽ ട്രെയിനാണ് അങ്ങനെ പറഞ്ഞത്. ദേ വിൽ ലൈക്ക് ദി ടോയ്സ് ആൻഡ് ഗുഡ് ഫുഡ് ദാറ്റ് ഐ ആം ബ്രിങ്ങിങ്. ഇതിലുള്ള കളിപ്പാട്ടങ്ങളും ആഹാരവും അവർക്ക് വലിയ ഇഷ്ടമായിരിക്കും. ബട്ട് ഓൾ അറ്റ് വൺസ് ദി ട്രെയിൻ കെയിം ടു എ സ്റ്റോപ്പ്. ഷീ കുഡ് നോട്ട് മൂവ് അറ്റ് ഓൾ. പക്ഷേ പെട്ടെന്ന് ട്രെയിൻ അങ്ങ് നിന്നുപോയി. അവൾക്ക് മുന്നോട്ട് പോകാനാകുന്നില്ല. ഓ ഡിയർ, said the little train. What can be the matter? She tried to start up again. അയ്യോ, എന്തായിരിക്കും കാരണം? ആ ചെറിയ ട്രെയിൻ ചോദിച്ചു. അവൾ വീണ്ടും യാത്ര ആരംഭിക്കാൻ ശ്രമിച്ചു. She tried and tried, but her wheels just would not turn. നമ്മുടെ കുഞ്ഞു ട്രെയിൻ വീണ്ടും വീണ്ടും ശ്രമിച്ചു. പക്ഷേ അവളുടെ ചക്രങ്ങൾ തിരിയുന്നതേയില്ല. We can help, said the toy animals. ഞങ്ങൾ സഹായിക്കാം എന്ന് മൃഗരൂപത്തിലുള്ള കളിപ്പാട്ടങ്ങൾ പറഞ്ഞു. The clown and the animals climbed out of their cars. വിദൂഷകനും മൃഗങ്ങളും ട്രെയിനിൽ നിന്ന് ചാടിയിറങ്ങി. They tried to push the little train, but she could not move. അവർ ഈ ചെറിയ ട്രെയിൻ തള്ളാൻ ശ്രമിച്ചു, പക്ഷേ അവൾക്ക് ചലിക്കാനാകുന്നില്ല. We can help too, said the dolls. ഞങ്ങളും സഹായിക്കാം, പാവകൾ പറഞ്ഞു. And they got out and tried to push. Still, the little train did not move. The toys and the dolls did not know what to do. അപ്പോൾ എന്താ? അവരും ഇറങ്ങി ട്രെയിൻ തള്ളാൻ ആരംഭിച്ചു. എന്നിട്ട് അനങ്ങിയോ ട്രെയിൻ? ഇല്ല. എന്നിട്ടും അവൾ അനങ്ങാനായില്ല. അവൾക്ക് കളിപ്പാട്ടങ്ങളും പാവകൾക്കും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി. Just then a shiny new engine came puffing down another track. ഈ സമയം ഒരു നല്ല പുതിയ തിളക്കമുള്ള ട്രെയിൻ ശബ്ദമുണ്ടാക്കി മറ്റൊരു പാളത്തിലൂടെ വന്നു. Maybe that engine can help us, cried the clown. ചിലപ്പോൾ ആ ട്രെയിൻ നമ്മളെ സഹായിക്കുമായിരിക്കും, വിദൂഷകൻ പറഞ്ഞു. He began to wave a red flag. The shiny new engine slowed down. അയാൾ ഒരു ചുവപ്പ് കൊടി വീശി കാണിച്ചു. ആ പുതിയ ട്രെയിൻ വേഗത കുറച്ചു. The dolls and toys called out to him. Our engine is not working, they said. Please pull our train over the mountain. If you do not, the boys and girls will not have any toys or good food. കളിപ്പാട്ടങ്ങളും പാവകളും ഇങ്ങനെ പറഞ്ഞു. ഞങ്ങളുടെ ട്രെയിൻ പ്രവർത്തിക്കുന്നില്ല. ദയവായി ഞങ്ങളുടെ ട്രെയിൻ കുന്നിൻ്റെ അപ്പുറത്തേക്ക് എത്തിക്കുക. അല്ലെങ്കിൽ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളും ആഹാരവും കിട്ടാതെ വരും. The shiny new engine was a bit friendly. You want me to pull you? He asked. ആ പുതിയ ട്രെയിൻ ഒരല്പം സൗഹൃദത്തിലായിരുന്നു, അതായത് ഒരു ഫ്രണ്ട്ലി ആയിരുന്നു. ഞാൻ വലിച്ചുകൊണ്ട് പോകണോ? അത് ചോദിച്ചു. That is not what I do. I carry people. എൻ്റെ ജോലി അതല്ല, ഞാൻ മനുഷ്യരെ വഹിക്കുന്ന ട്രെയിനാണ്. They sit in cars with a soft seats. They look out of the windows. They eat in a nice dining car. They even sleep in a fine sleeping car. അവർ, അതായത് മനുഷ്യർ, സുന്ദരമായ സീറ്റുകളിൽ ഇരിക്കുകയാണ്. അവർ ജനാലകളിലൂടെ പുറത്തേക്ക് നോക്കുകയാണ്. അവർ നല്ല ആഹാരവും കഴിക്കുന്നു, നല്ല ഇടത്ത് ഉറങ്ങുകയും ചെയ്യുന്നു. ഹൗ ഡെയർ യു ആസ്ക് മീ? എന്ത് ധൈര്യത്തിലാണ് നീ എന്നോട് ചോദിച്ചത്? ദി ഷൈനി ന്യൂ എൻജിൻ വെന്റ് വിത്തൗട്ട് അനദർ വേർഡ്. ഹൗ സാഡ് ഓൾ ദി ടോയ്സ് ആൻഡ് ഡോൾസ്. അപ്പം എന്ത് കഷ്ടമായി പോയി നോക്കിയേ. ആ ട്രെയിൻ മറ്റൊന്നും പറയാതെ പോകുകയും ചെയ്തു. പാവകൾക്കും കളിപ്പാട്ടങ്ങൾക്കും എന്ത് ദുഃഖമാണ് ഉണ്ടായതെന്നോ. Then the toy clown called out, "Here comes another engine, a big strong one. Maybe this engine will help us."
ആ സമയം വിദൂഷകൻ ഉറക്കെ വിളിച്ചു പറയാണ്, ദാ വരുന്നു മറ്റൊന്ന്, ഒരു വലിയ ശക്തിയുള്ള ഒന്ന്, ഇത് നമ്മെ സഹായിക്കുമായിരിക്കും. Again the clown waved his flag. വിദൂഷകൻ വീണ്ടും തൻ്റെ ചുവന്ന കൊടി വീശി. The big strong engine came to a stop. ആ വലിയ ട്രെയിൻ നിന്നു. The toys and dolls called out together, please help us, big strong engine, our train is not working, but you can pull us over the mountain. ദയവായി ഞങ്ങളെ സഹായിക്കണമെന്ന് പാവകളും കളിപ്പാട്ടങ്ങളും ബിഗ് സ്ട്രോങ് എഞ്ചിനോട് പറയുകയാണ്. ഞങ്ങളുടെ ട്രെയിൻ എന്ത് ചെയ്യുന്നില്ല? പ്രവർത്തിക്കുന്നില്ല. ഞങ്ങളെ കുന്നിൻ്റെ അപ്പുറത്തെത്തിക്കാൻ പക്ഷേ നിങ്ങൾക്ക് കഴിയും. ഞങ്ങളെ സഹായിക്കണം. Or the boys and girls will not have any toy to play with or good food to eat. അല്ലെങ്കിൽ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളും ആഹാരവും കിട്ടില്ല. But the big strong engine did not want to help. എന്നാൽ ആ വലിയ സ്ട്രോങ് ആയിട്ടുള്ള എഞ്ചിന് ഇവരെ സഹായിക്കാൻ മനസ്സുണ്ടായിരുന്നില്ല. I do not pull toys. ഞാൻ കളിപ്പാട്ടം കൊണ്ടുപോകുന്ന ട്രെയിനല്ല. He said. അവൻ പറഞ്ഞു. I pull cars full of heavy load. I pull big trucks. I have no time to help you. ഞാൻ വലിയ ഭാരം കൊണ്ടുപോകുന്ന ട്രെയിനാണ്. ഞാൻ വലിയ വാഹനങ്ങളാണ് കൊണ്ടുപോകുന്നത്. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സമയമില്ല. ആൻഡ് എവേ പഫ് ദി ബിഗ് സ്ട്രോങ് എഞ്ചിൻ വിത്തൗട്ട് എ വേർഡ്. ആ ട്രെയിൻ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് മറ്റൊന്നും പറയാതെ കടന്നുപോയി. ദി ലിറ്റിൽ ട്രെയിൻ വാസ് നോ ലോങ്ങർ ഹാപ്പി ആൻഡ് ദി ഡോൾസ് ആൻഡ് ടോയ്സ് വെയർ റെഡി ടു ക്രൈ. നമ്മുടെ ചെറിയ ട്രെയിനിന് ഒട്ടും സന്തോഷമില്ലാതെയായി. പാവകളും കളിപ്പാട്ടങ്ങളും കരച്ചിലിൻ്റെ വക്കെത്തി. ലുക്ക് ലുക്ക്, അനദർ എഞ്ചിൻ ഈസ് കമ്മിങ്, എ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ, എ വെരി ലിറ്റിൽ വൺ, മേ ബി ദിസ് എഞ്ചിൻ വിൽ ഹെൽപ്പ് അസ്. എന്നാൽ വിദൂഷകൻ വിളിച്ചു പറഞ്ഞു അല്ലേ, നോക്കൂ മറ്റൊരു ട്രെയിൻ വരുന്നു, ഒരു ചെറിയ നീല ട്രെയിനാണ്, അത് നമ്മളെ സഹായിക്കുമായിരിക്കും. അതൊരു സന്തോഷമുള്ള ട്രെയിനായിരുന്നു. She saw the clown waving his red flag and stopped at once. What is the matter? She asked kindly. അവൾ വിദൂഷകന്റെ ചുവന്ന കൊടി കണ്ട് നിന്നു. എന്താണ് കാര്യം? അവൾ ദയയോടെ ചോദിച്ചു. Oh little blue engine, cried the dolls and toys, will you pull us over the mountain? Our engine is not working. If you do not help, the boys and girls will have no toys or good food just over the mountain. Please, please help us. എന്താ പാവകളും കളിപ്പാട്ടങ്ങളും അവളോട് അഭ്യർത്ഥിക്കുകയാണല്ലേ, ഞങ്ങളെ കുന്നിനപ്പുറം കൊണ്ടുപോകുമോ എന്ന്. ഞങ്ങളുടെ എൻജിൻ പ്രവർത്തിക്കാത്തത് കണ്ട് നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളും ആഹാരവും കിട്ടില്ല. കുന്നിൻ്റെ അപ്പുറം വരെ മതി, ദയവായി ഞങ്ങളെ കൊണ്ടുപോകൂ, സഹായിക്കൂ. Oh my dears, said the little blue engine, I am not very big and I do not pull trains. I just work in the yards. I have never been over the mountain. അപ്പം എന്താ ആ കുഞ്ഞു ട്രെയിൻ പറഞ്ഞത്? ആ നീല എഞ്ചിൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അത്ര വലുതല്ല, എനിക്ക് ട്രെയിനിനെ ഒന്നും വഹിച്ചു കൊണ്ടുപോകാനാകില്ല. ഞാൻ പണിസ്ഥലത്ത് മാത്രം പ്രവർത്തിക്കുന്നതാണ്. ഇന്ന് വരെ ഞാൻ കുന്നിൻ മുകളിൽ പോയിട്ടില്ല. But we must get there before the children wake up, said the toys and dolls. പാവകളും കളിപ്പാട്ടങ്ങളും ഇങ്ങനെ പറഞ്ഞു, എന്നാൽ നമുക്ക് കുട്ടികൾ ഉണരുന്നതിന് മുൻപ് പോകണം. Please, the little blue engine looked at the dolls and toys. She could see that they were not happy. ആ നീല എഞ്ചിൻ കളിപ്പാട്ടങ്ങളെയും പാവകളെയും നോക്കി. അവർ സന്തോഷത്തോടെ അല്ല ഇരിക്കുന്നതെന്ന് മനസ്സിലായി. She thought about the children on the other side of the mountain. Without toys or good food, they would not be happy either. കുന്നിൻ്റെ അപ്പുറമുള്ള കുട്ടികളെ പറ്റിയും അവൾ ചിന്തിച്ചു. കളിപ്പാട്ടങ്ങളോ നല്ല ആഹാരമോ ഇല്ലാതെ അവർക്കും സന്തോഷിക്കാനാകില്ല എന്ന് ആ ചെറിയ നീല എഞ്ചിൻ ആലോചിച്ചു. The little blue engine pulled up closer. She took hold of the little train. The toys and dolls climbed back into their cars. ആ ചെറിയ നീല എഞ്ചിൻ അവരുടെ അടുത്തേക്ക് ചെന്നു.
ആ ചെറിയ ട്രെയിനിനെ അത് വലിച്ചു കൊണ്ടുപോകാൻ ആരംഭിച്ചു. കളിപ്പാട്ടങ്ങളും പാവകളും അവരുടെ ഇരിപ്പിടങ്ങളിലേക്ക് കയറി. At last, the little blue engine said, I think I can climb up the mountain. I think I can. I think I can. അവസാനം ആ ചെറിയ നീല എഞ്ചിൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വിചാരിക്കുന്നു എനിക്ക് കുന്ന് കയറാൻ കഴിയും. Then the little blue engine began to pull. She tugged and she pulled. She pulled and she tugged. ആ ചെറിയ നീല എഞ്ചിൻ ട്രെയിനിനെ വലിച്ചു തുടങ്ങി. എനിക്ക് കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് പതിയെ വഹിച്ചു കൊണ്ടുപോയി. Slowly, the train started to move. The dolls and toys began to smile and clap. പതിയെ ട്രെയിൻ യാത്ര ആരംഭിച്ചു. കളിപ്പാട്ടങ്ങളും പാവകളും ചിരിക്കാനും കൈയടിക്കാനും തുടങ്ങി. Up the mountain went the little blue engine. ആ ചെറിയ നീല എഞ്ചിൻ മലമുകളിലെത്തി. And all the time she kept saying, I think I can. I think I can. I think I can. അപ്പോഴെല്ലാം ആ ചെറിയ നീല എഞ്ചിൻ പറഞ്ഞുകൊണ്ടേയിരുന്നു, എനിക്ക് കഴിയും. Up. The little engine climbed and climbed. മുകളിലോട്ട് ആ ട്രെയിൻ മുകളിലോട്ട് കയറി. At last she reached the top of the mountain. Down below lay the city. അവസാനം അവൾ മലമുകളിലെത്തി. താഴെയായി പട്ടണം കാണാം. Hooray, cried the dolls and animals. പാവകളും മൃഗരൂപത്തിലുള്ള കളിപ്പാട്ടങ്ങളും വേഗമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. The boys and girls will be so happy. All because you helped us, little blue engine, said the toy clown. വിദൂഷകനാകട്ടെ ഇപ്രകാരമാണ് പറഞ്ഞത്, കുട്ടികൾക്ക് വലിയ സന്തോഷമാകും, ചെറിയ നീല എഞ്ചിനാകുന്ന നിങ്ങൾ സഹായിച്ചതുകൊണ്ടാണത്. The little blue engine just smiled, but as she puffed down the mountain, the little blue engine seemed to say, I thought I could. അപ്പോൾ എന്താ, നീല എഞ്ചിൻ ചെറുതായി ഒന്ന് ചിരിച്ചു. അവൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് താഴേക്കിറങ്ങി. അവൾ ഇങ്ങനെ പറയുന്നതായി തോന്നി, ഞാൻ വിചാരിച്ചു എനിക്ക് കഴിയുമെന്ന്. അപ്പോൾ ഈ സ്റ്റോറിയിൽ നിന്ന് കൂട്ടുകാർക്ക് എന്താ മനസ്സിലായത്? ഒരു കാര്യം നമ്മൾ നേരിടണമെന്ന് വിചാരിച്ചാൽ അത് തീർച്ചയായും നടക്കും. Where there is a will, there is a way. Nothing is impossible എന്ന് നിങ്ങൾ കൂട്ടുകാർ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതായത് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, അസാധ്യമായി ഒന്നുമില്ല. കുട്ടികൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? അടുത്ത ചെറിയൊരു കവിതയുമായി നമുക്കുടനെ കാണാം.